കുറച്ച് നേരത്തേക്ക് ഒരു സൈലന്റ് വ്ളോഗായിരിക്കും. അവിടെ നല്ല ഉറക്കമാണ്. ഞാൻ വെറുതെ കാർഡിയോ മാത്രം ചെയ്യാൻ വേണ്ടി വന്നതാണ്. പുള്ളിനെ കൊണ്ട് കൊന്ന് ചെസ്റ്റ് അടുപ്പിച്ച്. താങ്ക്സ് ബ്രോ. കുളിച്ചിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ നീക്കണം. ഇതാണ് നമ്മുടെ വർക്കിംഗ് പ്ലേസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നെൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ് കേട്ടോ. വർക്കിന് കൊടുത്തു. അതായത് ലാസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ 2 വീക്സിലേക്ക് പെറ്റേണിറ്റി പേയിലേക്ക് പോവാണ്. അതിന് മുമ്പുള്ള ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വ്ളോഗാണ്. ആളവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഒച്ചപ്പാടിക്കാനുള്ള സൈലൻ്റാണ്. ഷിഫ്റ്റിന് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആളുടെ സ്പ്രേ ആണ്. ആൾ എനിട്ടിരിക്കും അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒച്ചപ്പാടായിരിക്കും ഇവിടെ. അപ്പോൾ നമുക്ക് ഇറങ്ങാം. നേരെ ഷിഫ്റ്റിനല്ല പോണേക്കാളും മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് ജിമ്മ് വരെ പോകുന്നുണ്ട്. കുറച്ച് ദിവസം ജിം സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് കാർഡിയോ മാത്രം ചെയ്യാനുണ്ട്. അപ്പോൾ യൂണിഫോം എടുത്ത് നമുക്ക് ബാഗിൽ വെക്കാം. ജിം ബാഗ് എടുത്ത്, ജിം ബാഗല്ല ഇതിൻ്റെ യൂണിഫോം ബാഗാണ് ഇപ്പോൾ സത്യം കൊടുത്തത്. നമുക്ക് പോവാം. ഇപ്പോൾ സമയം 8 മണിയായി. 8 മണിക്ക് ഞാനിപ്പോൾ ജിമ്മിൽ കയറും. ഒരു 9:15 വരെ ചിലപ്പോൾ അതിലൊക്കെ ചെയ്ത് നിൽക്കും. എന്നിട്ട് 9:15 അല്ലെങ്കിൽ 9:30 ഇറങ്ങിയിട്ട് നേരെ ഷിഫ്റ്റിന് പോകും. അവിടെ ചെന്നിട്ട് കുളിച്ചിട്ട് ഷിഫ്റ്റിന് ഒരു 10:30 കയറും. ഇതാണ് സീൻ. ജിമ്മിൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ പാർക്കിംഗ് ചെയ്തിട്ടുണ്ട്. ബാഗ് എടുത്ത് ബാക്കിൽ വെക്കുക. അല്ലെങ്കിൽ ആർക്കെങ്കിലും എടുത്തിട്ട് പോകാൻ തോന്നി കഴിഞ്ഞാൽ പ്രശ്നം. ആകെ ജിമ്മിലേക്ക് നമ്മൾ ആകെ ബോട്ടിൽ മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനത്തെ ഒരു ക്യാപ്സ്യൂൾ വാങ്ങിച്ചിടാറുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടും. ആക്റ്റീവ് മാക്സ് മാംഗോ ഫ്ലേവർ. ഞാൻ വെറുതെ കാർഡിയോ മാത്രം ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഒരു ബ്രോനെ കിട്ടിയിട്ട് ഇവിടെ എത്തിക്ക. മലയാളിയായിട്ടുള്ളൊരു ചേട്ടനെ കിട്ടി. നന്ദു എന്നൊരു ചേട്ടൻ. പുള്ളിനെ കൊണ്ട് കൊന്ന് ചെസ്റ്റ് അടുപ്പിച്ച്. താങ്ക്സ് ബ്രോ എന്ന് കൊന്ന്. അപ്പോൾ ജിമ്മിൽ നിന്ന് നമ്മൾ ഇറങ്ങി. നമ്മൾ നേരെ ഷിഫ്റ്റിന് പോകുന്നു. ഒന്ന് കുളിക്കണം. അപ്പോൾ അത്ര തന്നെ. ഞാൻ അവിടെ പോയിട്ട് കാണാം. സൺഡേ കൊണ്ട് എന്ത് പീസ്ഫുള്ളാന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഗസ്റ്റ് ഉണ്ട് അവിടെ കേട്ടോ. ഇന്ന് വളരെ ക്വയറ്റാണ്. പീസ്ഫുള്ളായിട്ട് ഷിഫ്റ്റ് കൊണ്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ ആകെ ഒരു 50 മിനിറ്റ്സ് ഉള്ളൂ. അതിനുള്ളിൽ നമുക്ക് കുളിച്ചിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ നീക്കണം. അപ്പോൾ നമുക്ക് കുളിച്ചിട്ട് കാണാം. ഇവിടുത്തെ ഷവറിനാണെന്നുണ്ടെങ്കിൽ ഒട്ടുക്കത്ത ചൂടാണ്. അതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റില്ല. പെട്ടെന്ന് തന്നെ ഷിഫ്റ്റിന് കയറണം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അയൺ ചെയ്യണമെങ്കിൽ അയൺ ചെയ്യാം. വാഷ് ചെയ്യാം. ഡ്രയറുണ്ട്. എല്ലാം UTT റൂമാണ്. ഗസ്റ്റിന് ആയിട്ടുള്ള റൂമാണ്. ഞാനൊരു 2 വീക്സ് ആയിട്ടുള്ളൂ ഈ ഒരു റൂട്ടീൻ കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. അതായത് ജിമ്മിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ഇവിടെ നിന്ന് ഒന്ന് കുളിക്കുന്നു, അതിൻ്റെ ഷിഫ്റ്റിന് ആയിരുന്നു. പക്ഷെ എന്ത് സുഖം, അടിപൊളിയാണ്. നേരത്തെ ചെയ്താൽ മതിയായിരുന്നു. ഞാൻ വന്നപ്പോൾ കുറച്ച് ബിസി ആയതുകൊണ്ട് ഞാൻ ആദ്യം വീഡിയോ എടുത്തില്ല. ഇതാണ് റിസപ്ഷൻ. ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യണത്. അതാണ് ഓഫീസ്. അത് ബാക്ക് ഓഫീസ്. പിന്നെ ഇവിടുന്ന് അധികം വീഡിയോസ് ഞാൻ എടുക്കുന്നില്ല. ആദ്യം വന്ന ടൈമിൽ ഇവിടെ ജോയിൻ ചെയ്ത ടൈമിൽ ഞാൻ ഇവൻ്റെ ഓഫീസിലകത്തിരുന്നിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ 3 മില്യൺ വ്യൂസ് അടിച്ച് ഇൻസ്റ്റയിൽ. ഇവിടുത്തെ മാനേജർക്ക് സൂപ്പർവൈസർക്കൊക്കെ ഇൻസ്റ്റയിൽ ഫീഡ് പോയി ആ സാധനം. എന്നിട്ട് എൻ്റെ അടുത്ത് അന്നൊരു വാണിംഗ് ലെറ്റർ എനിക്ക് കിട്ടിയാണ്. അതുകൊണ്ട് അകത്തുനിന്ന് വളരെയധികം വീഡിയോസ് ഞാൻ എടുക്കുന്നില്ല. ഇതാണ് എൻ്റെ കാരണം. പിന്നെ ഇപ്പോൾ വന്നപ്പോൾ കുറച്ച് ബിസി ഉണ്ടായി, കുറച്ച് ചെക്കിൻ ഉണ്ടായി. ആ ചെക്കിൻ കഴിഞ്ഞ് ഇനിയൊരു 7 അറൈവൽസ് കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനൊരു 2 മണി 2:30 ആകുമ്പോഴേക്കും നമ്മൾ നൈറ്റ് ഓഡിറ്റ് ചെയ്യാനുണ്ട്. എന്നാലേ സിസ്റ്റത്തിൽ ഇന്നത്തെ ഡേറ്റിൽ നിന്ന് നാളത്തെ ഡേറ്റിലേക്ക് മാറുള്ളൂ. ക്ലോക്കിൽ മാറിയാലും സിസ്റ്റത്തിൽ മാറുന്നുണ്ടെങ്കിൽ ആ നൈറ്റ് ഓഡിറ്റ് എന്നുള്ളൊരു പ്രോസസ്സ് കഴിയണം. അതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ റിപ്പോർട്ട്സൊക്കെ പ്രിൻറ്റ് ചെയ്യാനുണ്ട്. കഴിഞ്ഞു. അപ്പോൾ ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നൈറ്റ് ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഇതാണ് റിസപ്ഷൻ, ഇതാണ് നമ്മുടെ വർക്കിംഗ് പ്ലേസ്. ഇവിടെ ഇരിക്കണം 8 മണിക്കൂർ. സമയം ഇപ്പോൾ 2:30 ആയിട്ടുണ്ടാവും. നൈറ്റ് ഔട്ടെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയി. ബ്രേക്ക് ടൈമാണ്. ഇനി ഒരു ½ ബ്രേക്ക് ഉണ്ട്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് സ്റ്റാഫ് റൂമിൽ വന്നിരിക്കാം, ഇതിലേക്ക് എടുത്ത് കഴിക്കണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ എവിടെയൊക്കെ പോയിരിക്കാം. ഇതാണ് ലോഞ്ച് ഏരിയ. ഇതാണ് ബാർ. ചെറിയൊരു ബാറാണ് കേട്ടോ. ലോഞ്ച് നല്ല അത്യാവശ്യം നല്ല വലിയ ലോഞ്ചാണ്. അവിടെ ഒരു കോഫി ഏരിയ ഉണ്ട്. അങ്ങനെ ഇവിടെ താഴേക്കാണ് റെസ്റ്റോറൻറ്റ്. ഈ ഒരു ബിൽഡിങ്ങിൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ബ്രേക്ക് പോട്ടെ. സമയം ഒരു 5:30 ആയി. അപ്പോൾ നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് ലൈറ്റെല്ലാം ഓൺ ചെയ്യണം. ഇതെല്ലാം ഓൺ ചെയ്യണം. കാരണം നൈറ്റ് ആകെ റിസപ്ഷൻ സ്റ്റാഫ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളാണ് അത് ചെയ്യേണ്ടത്. ഇതാണ് ലൈറ്റ് കിട്ടി വേണ്ടിയുള്ള റെസ്റ്റോറൻറ്റ് ലുക്ക്. ഇനിയും ഒരു 1.5 hours കൂടി ഉണ്ടാവും ഷിഫ്റ്റ് കംപ്ലീറ്റ് ആവാനായിട്ട്. വർക്ക് ചെയ്യുന്ന ഹോട്ടലിനെ കുറിച്ച് ചെറുതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കോൺഫറൻസാണ്. കോൺഫറൻസിൻ്റെ ഒരു ബിൽഡിംഗ് തന്നെയുണ്ട്. അപ്പോൾ കോൺഫറൻസിൻ്റെ ടീം വരുമ്പോൾ അവർക്ക് സ്റ്റേ ചെയ്യാനാണ് കൂടുതലായിട്ട് റൂംസ് ഉള്ളത്. ഒരു 300+ റൂംസ് ഉണ്ട്. പിന്നെ കോൺഫറൻസ് റൂം ഒരു 70+ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് മെയിൻ ബിസിനസ് ഇവിടുത്തെ. അതുകൊണ്ട് തന്നെ മൺഡേ ടു ഫ്രൈഡേ ആയിരിക്കുള്ളൂ ഈ ഹോട്ടൽ ബിസി. വീക്കെൻഡ്സ് അത്ര ബിസി ഉണ്ടാവില്ല, കൂളായിരിക്കും. താങ്ക് യു. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പ്രോപ്പർ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ആദ്യം എനിക്കിത് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ കഴിക്കലേ ഉണ്ടായിരുന്നില്ല. ഒരു 6 monthോടെ ഞാൻ കഴിക്കലേ ഉണ്ടായില്ല അവിടെ ജോയിൻ ചെയ്തിട്ട്. അപ്പം ഞാൻ കഴിച്ചു തുടങ്ങിയിട്ട് കഴിച്ചപ്പോൾ കുഴപ്പമില്ലല്ലോ, സെറ്റാണ്. അങ്ങനെയാണത് കഴിച്ചു തുടങ്ങിയത്. ഡേ ഉണ്ടാവും, നൈറ്റ് ഉണ്ടാവും. നൈറ്റാണ് കുറച്ചും കൂടി ഈസി. ഡേ ആണെങ്കിൽ കുറച്ച് ബിസി ആയിരിക്കും. അത് ഇതേപോലെ സാറ്റർഡേ സൺഡേ കുഴപ്പമുണ്ടാവില്ല. വീക്ക് ഡേയ്സിൽ നല്ല ബിസി ആയിരിക്കും. ഈ ഹോട്ടലിൽ തന്നെ ഞാൻ ജോയിൻ ചെയ്തത് ഹൗസ് കീപ്പിങ്ങിലാണ്. ഹൗസ് കീപ്പിങ്ങിൽ ലോണ്ടറി പോയിട്ട് ഞാൻ ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അവിടെ 0 hour ആയിരുന്നു. ബിസി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഷിഫ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. ആ ടൈമിൽ റിസപ്ഷനിൽ നൈറ്റിൽ ഇതേപോലെ ഒരു വേക്കൻസി വന്നപ്പോൾ ഞാൻ അവിടേക്ക് അപ്ലൈ ചെയ്തിട്ടാണ് ഇവിടെ കയറിയത്. ഇവിടെ തന്നെ 40 hour ആണ്. കറക്റ്റ് 40 hour, വീക്കിലി 40 hour, ഡെയിലി 8 hours, ½ ബ്രേക്ക്. അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 2 weeksലേക്ക് എനിക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റില്ല. അവിടെ എൻജോയ് ചെയ്ത് കഴിക്കട്ടെ. അങ്ങനെ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കാറ് ഇവിടെ വർക്ക് ചെയ്തത് കുറച്ച് നേരത്തേക്ക് മാത്രം, ക്ലോക്ക് ഔട്ട് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മാത്രമായിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വർക്ക് ഇവിടുത്തെ. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നേരെ വീട്ടിൽ പോകുന്നു. ഈത്തുമായിട്ട് ചിലപ്പോൾ ഇതിൽ കോഫിയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരിക്കും. അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങും. ഇങ്ങനെയാണ് ഡെയിലി റൂട്ടീൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ, അത് നമുക്കൊരു ഉപകാരമാവും. അപ്പോൾ ഓക്കെ, സി യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.